രാജാ സാബ് തെലുങ്ക് ചിത്രം. മാരുതി എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്യുന്ന സിനിമ. നമുക്ക് ഒരു സിനിമ കണ്ടതിന് ശേഷം 100% ഉറപ്പിച്ച് പറയാവുന്ന 2026 ഒരു സിനിമ, ആരും പോയി കാണരുതേ എന്ന് പറയാവുന്ന സിനിമയാണ് രാജാ സാബ്. 3 മണിക്കൂറിൽ കൂടുതൽ, 3-3.25 മണിക്കൂറോളം ഉണ്ട് സിനിമ. ഒരു കാശിനും കൊള്ളാത്ത സിനിമ എന്ന് പറയാൻ 100% നമുക്ക് പൈസ കെട്ടിവെക്കാം. ഇത് OTT വന്നാൽ പോലും കാണുവാണെങ്കിൽ നമുക്ക് സമയം പോകും. എനിക്ക് നേരത്തെ ഇന്ത്യൻ 2 ഒക്കെ ഇങ്ങനെ തോന്നിയായിരുന്നു. ഇന്ത്യൻ 2 ഒക്കെ നമ്മുടെ കമൽഹാസൻ താത്ത പോലൊക്കെ അഭിനയിച്ചപ്പോഴൊക്കെ ഇന്ത്യൻ 2 ഒക്കെ ഇതിനെക്കാട്ടിൽ, കങ്കു ഒക്കെ ഇതിനെക്കാട്ടി ഭേദവും നമുക്ക് തോന്നി. വെറും ഒരു ഹൊറർ ഫാന്റസി മൂഡിലൊക്കെ ഒരുക്കിയ സിനിമയാണ്. ഇഷ്ടം പോലെ പൈസ മുടക്കിയിട്ടുണ്ട്. പക്ഷേ പ്രഭാസൻ ഈ 1-2-3 സിനിമകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ആറ്റം ബോംബുകളുടെ പെരുമഴക്കാലം തന്നെയാണ്. കഷ്ടമാണ്. പ്രഭാസിനെ പോലെ ഇത്രയും ഭയങ്കര പെയ്ഡ് സാലറി ഒക്കെ മേടിക്കുന്ന ഒരാളാണ് സിനിമയ്ക്കകത്ത്. പക്ഷെ ഒരു രീതിയിലില്ല. ഒരു ബാഹുബലിയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനം. കൽക്കിയൊക്കെ വലിയ കുഴപ്പമില്ല, പ്രഭാസിന്റെ ക്യാരക്ടർ എന്നുള്ളേ ഉള്ളൂ. ഇത് തീർത്തും നിരാശയാണ്. പാട്ട് കൊള്ളത്തില്ല. നമ്മുടെ ഹൃദയപൂർവ്വത്തിനകത്ത് മാളവികയൊക്കെ നായികയായിട്ട് 3 നായികമാരുണ്ട്. അതിനകത്ത് ഒരു നായിക മാളവികയാണ്. എല്ലാവരും അറുബോറെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു സിനിമ. അതുകൊണ്ട് ആരും പോയി കാണാതെ പൈസ ലാഭിക്കുക, സമയം ലാഭിക്കുക. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം.